നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഫുഡ് കഴിക്കാനായിട്ട് ഞാനും ഷെബും കൂടി ഡിസ്കസ് ചെയ്തതിനിപ്പോൾ പനമ്പള്ളി നഗറിലുള്ള ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞപ്പോൾ ഞങ്ങളും പോയി അവിടെ പോയി. കാണുന്നതാണ് പനമ്പള്ളി നഗറിലുള്ള ഉപ്പുമുളകും എന്ന് പറഞ്ഞ കടയിനെക്കാട്ടും ഉപരി എനിക്ക് പറയാൻ തോന്നിയത് ഇത് സ്ട്രീറ്റാണ്. ഉപ്പുമുളകും സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കടയാണ്, ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നേരെ പോയത് ആദ്യത്തെ കടയിൽ ചെന്നിട്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ നടന്നതിനിപ്പോൾ ഞങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്തെ അവിടെ ഒരു തവ കാന്താരി ചിക്കൻ എന്ന് പറയുന്നൊരു സാധനം കണ്ടു. അങ്ങനെ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നതും ഫസ്റ്റ് കഴിക്കുന്നതും ഇതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ചിക്കൻ എടുത്തിട്ട് തവയിലേക്ക് ഇടും. പച്ച വെളിച്ചെണ്ണയിലേക്കാണ് ഇവരിട്ടിട്ട് റെഡിയാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഇട്ടും അങ്ങനെ ഇട്ടിട്ട് ഇവർ ആ ചിക്കൻ പിച്ചി കുത്തി ചെറിയ രീതിയിൽ ഹോൾസൊക്കെ ഉണ്ടാക്കി ചതച്ചരച്ച് എല്ലാ ഏരിയയിലേക്കും മസാല കയറാൻ പാകത്തിന് ഇവർ നല്ലോണം കുത്തി വേവിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇവരുടെ വെയിറ്റിന് വേണ്ടി ഒരു സാധനം കയറ്റി വെക്കും. അതിന് തിരിച്ചും മറിച്ചും ചെയ്തിട്ടിട്ട് ഇവർ സാധനമാണ് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് കിട്ടാനായിട്ട്. നല്ല നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഇവരുടെ ഈ കന്താരി ചിക്കൻ്റെ കൂടെ ഒരു ദോശയും കൂടി തരും. പിന്നെ മയണൈസും ഒരു മല്ലിയിലയുടെ ചട്ടിയും തരും. നല്ല ടേസ്റ്റാണ്, നല്ല എരിവുണ്ട്. അങ്ങനെ ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. കഴിച്ച് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. നല്ല എരിവുമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ വയറും നിറഞ്ഞിട്ടില്ല. രണ്ടാമതും അടുത്ത് കഴിക്കാൻ വേണ്ടി പോയത്. അടുത്ത കടയിൽ പോയി ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് നല്ല പൊറോട്ട തിന്നാനായിട്ട് നല്ല കൊതിയുണ്ടായി. അങ്ങനെ ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ് ഞാൻ പറഞ്ഞത്. പൊറോട്ടയും ചിക്കൻ ഫ്രൈ പറഞ്ഞു. നമ്മുടെ ഷെബു പറഞ്ഞത് മജ്ബൂസാണ്, റൈസാണ് പറഞ്ഞത്. അങ്ങനെ അത് രണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ 2 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി 2 കഷ്ണം ചിക്കൻ കൂടി എക്സ്ട്രാ തന്നു. അങ്ങനെ അത് നല്ല എരിവുണ്ട്. ചിക്കൻ ഫ്രൈ പറയണ പോലെ ഇല്ല, നല്ല എരിവുണ്ടായി. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും കൂട്ടി കഴിച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായി, കുഴപ്പമുണ്ടായില്ല. അങ്ങനെ വയറ് നല്ല ഫുള്ളായി. 2 പൊറോട്ട പറഞ്ഞാൽ മതിയായിരുന്നു. 2 പൊറോട്ട പറഞ്ഞു. അങ്ങനെ
അടുത്ത് എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് പേര് വലിയ ഗ്ലാസ്സിൽ എന്തോ ഓർഡർ ചെയ്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയണേ കിളിബോയ് എന്നുള്ള സാധനമാണ്. അങ്ങനെ കിളിബോയ് ഞങ്ങൾ ഓർഡർ ചെയ്തു. കിളിബോയ് ഓർഡർ ചെയ്തവൻ ഒരുപാട് സാധനങ്ങളൊക്കെ മിക്സൊക്കെ ചെയ്ത് മുന്തിരിയുടെ സാധനം കിളിബോയ് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുന്തിരിയുടെ ഐസ് ഇട്ട് മുന്തിരിയുടെ ജ്യൂസ് ഒഴിച്ചു, അതിൻ്റെ ഒരു സോഡ ഒഴിച്ചു, അതിൻ്റെ മുകളിലേക്ക് കസ്കസ് ഇട്ടു, പിന്നെ അതിലേക്ക് കാന്താരി ഇട്ടു, എരിവിൻ്റെ കൂടെ വീണ്ടും എരിവാനിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ കയ്യിലേക്ക് തരുമ്പോൾ ഉപ്പിട്ടിട്ടാണ് തന്നെ. ഇത് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പതഞ്ഞു പോകും. ഉപ്പിട്ട് കഴിയുമ്പോഴേക്കും ഇവർ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വേഗം കുടിക്കുക എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെ വേഗം കുടിക്കാൻ വേണ്ടി കുടിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ മുഖത്തൊക്കെ മൊത്തം എരിവായി. അങ്ങനെ അതും കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് ബ്ലോഗിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഈ പറയുന്ന പനമ്പള്ളി നഗറിൽ ഉപ്പുമുളക് സ്ട്രീറ്റിൻ്റെ കാഴ്ച. നല്ല നല്ല ഫുഡാണ് ഈ ഏരിയയിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ഈവനിങ്ങാണ് പോയത്, പക്ഷെ എന്നിരുന്നാലും നല്ല തിരക്കുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.